ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കഴുകി ക്ലീൻ ചെയ്ത ബോൺലെസ് ചിക്കൻ ആട്ടോ. അപ്പം ഞാൻ 3-4 പീസേ എടുത്തിട്ടുള്ളൂ, കാരണം ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പം എന്താ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റി മൊത്തം കുളമായി പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ച്, അതായത് പേസ്റ്റ് പോലെ അല്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾ അരയ്ക്കുമ്പം അധികം അങ്ങോട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട, കുറച്ച് അരച്ചാൽ എന്താ ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്ന പോലെ അരച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിൻ്റെ മസാലയും ഇതും എല്ലാം ഇതിനകത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇതിനകത്തിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. ഈ മിക്സീൻ്റെ ജാറിൽ നിന്ന് ഇത് പുറത്തോട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം അത് ശ്രദ്ധിക്കുക. എന്താ പറയുക, ആദ്യം ചിക്കൻ മാത്രം ഇട്ട് അരയ്ക്കുമ്പം ജസ്റ്റ് ഒന്ന് അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചാലും മതി. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മസാല ഇട്ടിട്ട് കൂടുതൽ നേരം അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു പേരിനൊരു ഇച്ചിരി, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പം ചതച്ചിട്ട് വേണം കേട്ടോ ഇടാൻ. ഗൈസ്, നമ്മൾ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ പേരിന് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഗൈസ്, ഞാനിത് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 3 ബ്രെഡ് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 2 എടുത്താലും മതി. ഞാനിപ്പം ആദ്യം 2 ഇട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇടുന്നുണ്ട്. കാരണം എൻ്റെ മിക്സീൻ്റെ ജാറ് ചെറിയ ജാറിലാണ് ഞാൻ അരച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തോട്ട് തികയുന്നത് മാത്രമല്ല നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ 2 ആദ്യം ഇട്ടിട്ട് പിന്നെയാണ് 3ാമത്തത് ഇടുന്നത്. അപ്പം നിങ്ങളിത് ആദ്യം മുളക് പൊടിയൊക്കെ ഇട്ട ടൈമിൽ തന്നെ നമുക്ക് ഇടാവുന്നതാട്ടോ ഈ ബ്രെഡും. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ നല്ല ക്ലീനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഷേപ്പിലോട്ടാക്കി എടുക്കാം. ബോൾസോ ട്രയാങ്കിളോ സ്ക്വയറോ ഒക്കെ ആക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമ്മളിതാ ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്, അതുപോലെ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലുണ്ട്, പിന്നെ സ്ക്വയറുണ്ട്, ബോൾസ് ഉണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചതും അതുപോലെ എഗ്ഗ് നമ്മൾ മിക്സ് ചെയ്തതുമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിപ്പ് ചെയ്യാം, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് ഇതാ ഗായ്സ്, നമ്മുടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ കിഡുമായിരുന്നു. നമ്മുടെ ഇവിടെ കെച്ചപ്പില്ല, തീർന്നു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആട്ടോ, അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.